റൈറ്റ് സൈസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് HSS സോഷ്യൽ സയൻസിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സ് ഭാഗത്തു നിന്നുള്ള ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇത് നമ്മളുടെ 4ാമത്തെ ക്ലാസ്സാണ്. നിങ്ങൾ ഇതിനു മുമ്പുള്ള 3 ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഇത് 4ാമത്തെ ക്ലാസ്സാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വ്യാപാരം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അന്താരാഷ്ട്ര വ്യാപാരം എന്നത് എന്താണ്? ചോദിച്ചിരിക്കുന്നത് ഒരു ഡെഫിനേഷനാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഡെഫിനേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ദേശത്തിനകത്തെ സാധനങ്ങളുടെ കൈമാറ്റം. ഓപ്ഷൻ ബി ദേശീയ അതിർത്തികൾ കടന്ന് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നത്. ഓപ്ഷൻ സി വിദേശ സഹായം സ്വീകരിക്കൽ. ആൻഡ് ഓപ്ഷൻ ഡി കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കൽ. ഓക്കെ, അപ്പം അന്താരാഷ്ട്ര വ്യാപാരം എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് നമുക്ക് വ്യാപാരം എന്നാൽ എന്തെന്ന് നോക്കാം. എന്താണ് വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധനങ്ങളും ഗുഡ്സ് അതുപോലെ സേവനങ്ങൾ സർവീസസ് ഒക്കെ നമ്മൾ കൈമാറ്റം ചെയ്യുന്ന എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് വ്യാപാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് വ്യാപാരം ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഗുഡ്സ് സർവീസസ് കൊടുക്കുന്നു. ഇൻ റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുന്നു? പണം നമുക്ക് അതിന് റിട്ടേൺ ആയിട്ട് നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഇതാണ് വ്യാപാരം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചോദ്യം അന്താരാഷ്ട്ര വ്യാപാരം എന്നത് എന്താണെന്നാണ്. അറിയാമല്ലോ, അന്താരാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറി കടന്നിട്ട് നമ്മൾ വ്യാപാരം ചെയ്യുന്നതാണ്. അതായത് ടെറിട്ടറി കടന്നിട്ട് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അന്താരാഷ്ട്ര വ്യാപാരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് ശരി. ദേശീയ അതിർത്തികൾ കടന്ന് സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതാണ് അന്താരാഷ്ട്ര വ്യാപാരം. ഓക്കെ, അന്താരാഷ്ട്ര വ്യാപാരം ഇൻ്റർനാഷണൽ ട്രേഡ് ദേശങ്ങളുടെ അതിർത്തി കടന്ന് നടക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കൈമാറ്റമാണ്. ഓക്കെ, ഇത് രാജ്യങ്ങളുടെ വിദേശ നയത്തോടും സാമ്പത്തിക വളർച്ചയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം ഓരോ രാജ്യത്തിൻ്റെയും ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് ആ രാജ്യം സ്വീകരിക്കുന്ന വിദേശ നയത്തിൻ്റെ ഫോറിൻ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ വളരെ പോസിറ്റീവായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. ഓക്കെ, ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു ഫാക്ടർ കൂടിയാണ്. ഓക്കെ, അത് നമുക്കിനി വരുന്ന ചോദ്യത്തിനകത്ത് നമുക്ക് കൂടുതൽ പറയാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ താഴെ പറയുന്നവയിൽ പെടാത്തത് ഏത്? അതായത് അടിസ്ഥാന തത്വം അല്ലാത്തത് ഏതെന്നാണ് നമുക്ക് ചോദ്യം. ഓപ്ഷൻ എ താരതമ്യ നേട്ടം. ഓപ്ഷൻ ബി പരസ്പര പൂരകത്വം. ഓപ്ഷൻ സി തൊഴിൽ വിഭജനം. ആൻഡ് ഓപ്ഷൻ ഡി വ്യവസായ മലിനീകരണം. ഇതൊരു സിമ്പിൾ ചോദ്യമാണ് അല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ? വ്യവസായ മലിനീകരണം ഒരിക്കലും ഒരു എന്താ പറയുക, അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിനകത്ത് വരുന്നൊരു കാര്യമല്ല വ്യവസായ മലിനീകരണം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മറ്റ് 3 തത്വങ്ങൾ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അന്താരാഷ്ട്ര വ്യാപാരത്തിലുള്ള തത്വങ്ങൾ നോക്കാം. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ നമുക്ക് താരതമ്യ നേട്ടം, 2 പറയുന്നത് പരസ്പര പൂരകത്വം, 3 സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം. ഓക്കെ, ഇത് 3മാണ് പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങളെന്ന് പറയുന്നത്. അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ ഒന്നാമത്തേന് നമ്മൾ താരതമ്യ നേട്ടം എന്നാണ് പറയുക. താരതമ്യ നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഓക്കെ, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു പ്രൊഡക്റ്റിനെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ കഴിയുന്ന ആ സിറ്റുവേഷന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ കഴിവിന് പറയുന്ന പേരാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.
അതായത് ഒരു രാജ്യത്തിൻ്റെ കഴിവാണ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്, അപ്പോൾ ഇപ്പോൾ കമ്പാരറ്റീവ് എന്ന് പറഞ്ഞാൽ താരതമ്യം അല്ലേ, ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു രാജ്യം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഒരു പ്രൊഡക്റ്റിനെ നിർമ്മിക്കാനുള്ള ശേഷിയാണ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഒരുപാട് രാജ്യങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് മറ്റു പല രാജ്യങ്ങളുമായിട്ട്, ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ മറ്റൊരുപാട് രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു, ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യയെപ്പോലെ തന്നെ ചൈനയും അല്ലെന്നുണ്ടെങ്കിൽ US അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു മത്സരത്തിൽ, ഈ ഇന്റർനാഷണൽ ട്രേഡിൻ്റെ ഈ മത്സരത്തിൽ നമ്മൾക്ക് ഇന്ത്യക്ക് പിടിച്ചിരിക്കണമെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, നമുക്ക് ഏറ്റവും ചിലവ് കുറച്ച് ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ച് അത് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് അല്ലേ. സോ എല്ലാവരും ശ്രമിക്കുന്നത് എന്താണ്, ഏറ്റവും ചിലവ് കുറച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുക എന്നുള്ളതാണ്. സോ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ്, അതായത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു പ്രൊഡക്റ്റിനെ നിർമ്മിക്കുക എന്നുള്ളതാണ് എല്ലാ രാജ്യത്തിൻ്റെയും ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. രണ്ടെന്ന് പറയുന്നത് പരസ്പര പൂരകത്വം. രണ്ടാമത്തെ എന്താണ്, പരസ്പര പൂരകത്വം. എന്താണ് പരസ്പര പൂരകത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പരസ്പര പൂരകത്വം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ടുകൾ, ഒരു രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ മറ്റൊരു രാജ്യത്ത് എത്തുമ്പോൾ അവിടെ നമ്മൾ അതിനെ ഇമ്പോർട്ട് എന്നാണ് പറയുക. ആ പ്രൊഡക്റ്റ് വെച്ച് വീണ്ടും മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് മറ്റു സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ആ സിറ്റുവേഷന് പറയുന്ന പേരാണ് പരസ്പര പൂരകത്വം അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, നമ്മുടെ രാജ്യം ഇന്ത്യ. ഓക്കെ, ഇന്ത്യ കുറച്ച് ക്രൂഡ് ഓയിൽ മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്, വേറൊരു രാജ്യത്തേക്ക് കുറച്ച് ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുകയാണ്. അവിടെ വലിയ റിഫൈനറി ഉണ്ടെന്ന് കരുതുക. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, നമുക്ക് ഇഷ്ടംപോലെ ക്രൂഡ് ഓയിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ക്രൂഡ് ഓയിൽ വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ആ വേറൊരു രാജ്യം UK ആണെന്ന് കരുതുക, സങ്കല്പിക്കാം. ഞാൻ എക്സാമ്പിൾ പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ UK വലിയ ബിഗ് റിഫൈനറീസ് ഉണ്ട്. അവരെന്ത് ചെയ്യും, ആ ക്രൂഡ് ഓയിലിനെ റിഫൈൻ ചെയ്തിട്ട് പെട്രോളും മറ്റ് അനുബന്ധ പ്രൊഡക്റ്റുകളാക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് വീണ്ടും മറ്റ് രാജ്യങ്ങളിലേക്ക് പെട്രോൾ എക്സ്പോർട്ട് ചെയ്യുകയാണെന്ന് കരുതുക. ഓക്കെ, അത് ചൈനയിലേക്ക് പെട്രോൾ കയറ്റുമതി ചെയ്യുന്നു. അപ്പം ഇന്ത്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ സ്വീകരിക്കുന്നു, അത് UK കൊണ്ടുവന്നിട്ട് റിഫൈൻ ചെയ്തിട്ട് പെട്രോളാക്കി നേരെ ചൈനയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ വരുന്നതാണ് അല്ലേ. എങ്കിലല്ലേ ഇന്ത്യ, അവിടുന്ന് UK എന്ന് പിന്നെ ചൈന, ഇതെല്ലാം ഒരു അന്താരാഷ്ട്ര വ്യാപാരമല്ലേ. അപ്പോൾ ഈ അന്താരാഷ്ട്ര വ്യാപാരത്തിനകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ് അല്ലെങ്കിൽ ഒരു അടിസ്ഥാന തത്വമാണ് എന്തെന്ന് പറയുന്ന പരസ്പര പൂരകത്വം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊന്ന് പറയുന്നത് എന്താണ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം. ഇത് നമുക്കറിയാവുന്നതാണ് അല്ലേ. സാധനങ്ങളും സേവനങ്ങളും എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണല്ലോ അവിടെ ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്നത്. സോ ഈ മൂന്നെണ്ണമാണ് പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ തൊഴിൽ വിഭജനം എന്ന് പറയുന്നുണ്ട്. തൊഴിൽ വിഭജനവും എന്താണ്, ഒരു ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു തത്വമാണ്. ഓക്കെ, അതായത് നമ്മൾ ഒരു സ്പെഷ്യലൈസേഷൻ വരാറുണ്ട്. ഓക്കെ, അപ്പം അതും എന്തെന്ന് പറയുന്നത് അടിസ്ഥാന തത്വമാണ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ചോദ്യം, പ്രാകൃത സമൂഹത്തിൽ വ്യാപാരത്തിൻ്റെ ആദ്യ രൂപം ഏത് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം വ്യാപാരം എന്ന് പറയുന്നത് എന്താണ്, സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതാണ് അല്ലേ. ആദ്യകാലത്ത് ഏതായിരുന്നു, കറൻസി സമ്പ്രദായമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പിന്നെ ബാർട്ടർ സമ്പ്രദായം, ബാങ്കിങ്, ഓൺലൈൻ വ്യാപാരം. ഏതാണ്, ബാർട്ടർ സമ്പ്രദായമായിരുന്നു പ്രാകൃത സമൂഹത്തിൽ വ്യാപാരത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയുന്നത്. നോക്കാം വിവരണം. പ്രാചീന സമൂഹത്തിൽ സാധനങ്ങൾ പണത്തിന് പകരം സാധനങ്ങൾ കൊണ്ട് തന്നെ കൈമാറ്റം ചെയ്തിരുന്നതിനാണ് നമ്മൾ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 10 കിലോ ഗോതമ്പിന് പകരം 5 മീറ്റർ ഒരു ക്ലോത്ത് മേടിക്കുന്ന, ഒരു 10 കിലോ ഗോതമ്പ് കൊടുത്തിട്ട് 5 മീറ്റർ തുണി വാങ്ങുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ്, ഒരു ചക്ക കൊടുത്തിട്ട് 2 മാങ്ങ വാങ്ങുന്നു. ഇങ്ങനെ സാധനത്തിന് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തുകൊണ്ട് നടന്ന വ്യാപാരമാണ് ബാർട്ടർ സമ്പ്രദായം. ഇതൊരു പ്രാകൃത സമൂഹത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നിലനിന്നിരുന്നത്. നമുക്കടുത്ത ചോദ്യം നോക്കാം.
15-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ കോളനി വാഴ്ചയോടൊപ്പം ഉയർന്ന പുതിയ കച്ചവട രീതി ഏതാണ്? ഓക്കെ, അതായത് കോളനി വാഴ്ച നമുക്കറിയാം, ഒരുപാട് കോളനികൾ ഉണ്ടായിരുന്നു അല്ലേ. ബ്രിട്ടൻ്റെ കോളനി ഉണ്ടായിരുന്നു, പോർച്ചുഗീസിൻ്റെ കോളനി ഉണ്ടായിരുന്നു, സ്പെയിൻ്റെ കോളനി ഉണ്ടായിരുന്നു. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ പിടിച്ചടക്കിയിട്ട് കോളനി വൽക്കരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ 15-ാം നൂറ്റാണ്ട് കാലത്ത് യൂറോപ്യൻ കോളനി വാഴ്ചയോടൊപ്പം ഉയർന്ന പുതിയ കച്ചവട രീതിയാണ് പട്ടുവ്യാപാരമല്ല, അടിമ വ്യാപാരമാണ്. 15-ാം നൂറ്റാണ്ടിൽ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു വ്യാപാരം. എന്താണ് നമുക്ക് അടിമ വ്യാപാരം എന്താണെന്ന് നമ്മൾ നോക്കിയാലോ. അടിമ വ്യാപാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ ശക്തികൾ ആഫ്രിക്കൻ തദ്ദേശീയരെ പിടികൂടി അമേരിക്ക, കരീബിയൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ തോട്ടങ്ങളിൽ നിർബന്ധിതമായി തൊഴിൽ ചെയ്യിച്ചു. ഇതാണ് സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ UK എന്ന് പറയുന്ന രാജ്യം ഇവിടെ നിൽക്കുന്നു, ആഫ്രിക്ക ഇവിടെ നിൽക്കുന്നു, ഇവിടെ US നിൽക്കുന്നു. ഓക്കെ, അതായത് UK ആളുകൾ ആഫ്രിക്കയിൽ കോളനികൾ ഉണ്ടാക്കും, US കോളനികൾ ഉണ്ടാക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആഫ്രിക്കയിൽ നിന്ന് അവിടുത്തെ തദ്ദേശീയരായ കറുത്ത വർഗ്ഗക്കാരായ ജനങ്ങളെ എന്ത് ചെയ്യുന്നു, പിടികൂടി എന്ത് ചെയ്യുന്നു, അവരുടെ US തോട്ടങ്ങളിൽ അല്ലെങ്കിൽ US അടുത്ത് നിൽക്കുന്ന മറ്റ് കരീബിയൻ പ്രദേശങ്ങളിലെ തോട്ടങ്ങളിൽ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നു. എന്നിട്ട് ആ പ്രൊഡക്റ്റ് വീണ്ടും UK എത്തിക്കുന്നു. അങ്ങനെ ഒരു ത്രികോണ രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമായിരുന്നു പണ്ട് ഈ യൂറോപ്യൻസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അന്ന് ഉണ്ടായിരുന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കച്ചവട രീതിയാണ് എന്ന് പറയുന്നത് അടിമ വ്യാപാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇത് തുടക്കം കുറിക്കുന്ന പോർച്ചുഗീസാണ്. ഈ സ്ലേവ് ട്രേഡ് എന്ന് പറയുന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിക്കുന്നത് പോർച്ചുഗീസ് ആയിരുന്നു. അതുപോലെ തന്നെ രണ്ട് തരത്തിൽ ഇന്ത്യൻ ഓഷ്യൻ സ്ലേവ് ട്രേഡ് ഉണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഓഷ്യൻ സ്ലേവ് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് ആളുകളെ കൊണ്ടുപോയിട്ട്, നമ്മുടെ ഇന്ത്യക്കാരെ കൊണ്ടുപോയിട്ട് അടിമപ്പണി ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത്. അതുപോലെ അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്നുള്ള തദ്ദേശീയരെ പിടികൂടി അറ്റ്ലാന്റിക്കിൽ കൊണ്ടുവന്നിട്ട് അടിമപ്പണി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനാണ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് പ്രധാനപ്പെട്ട സ്ലേവ് ട്രേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ വ്യാപാരത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ നടപടികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സൗജന്യ വ്യാപാരം, വാണിജ്യ നികുതി ചുമത്തൽ, നിയന്ത്രണം, പട്ടുപാത പുനഃസ്ഥാപനം, കറൻസി യൂണിയൻ. ഏതാണ്? വാണിജ്യ നികുതി ചുമത്തൽ അല്ലെങ്കിൽ നിയന്ത്രണം. നമുക്കറിയാം 1ഉം 2ഉം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും നടത്തിയിരുന്ന കാര്യം ഒരു വെറൈറ്റി ഓഫ് സെക്യൂരിറ്റി റീസൺസ് കാരണം അങ്ങ് ഒരു സംവിധാനം നടപ്പിലാക്കിയിരുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് നികുതി ചുമത്തുകയും ഈ ഇൻ്റർനാഷണൽ ട്രേഡിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു, പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. ട്രേഡ് റെസ്ട്രിക്ഷൻസ് ആൻഡ് താരിഫ്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു രാജ്യത്ത് A എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് B എന്ന രാജ്യത്തേക്ക് ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുകയാണ്. യുദ്ധസമയം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്രേഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം താരിഫുകൾ കൊണ്ടുവരും. താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഒരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ ചുമത്തുന്ന ആ ലെവി ചെയ്യുന്ന ടാക്സിന് പറയുന്ന പേരാണ് താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ താരിഫ് കൂടുതൽ ചുമത്തി. പിന്നെ അതുപോലെ തന്നെ റെസ്ട്രിക്ഷൻസ്, ട്രേഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന കോട്ട, അതായത് കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യുന്ന സാധനങ്ങളുടെ അളവിനകത്ത് ലിമിറ്റ് കൊണ്ടുവന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഫസ്റ്റ് വേൾഡ് വാർ സമയത്തും സെക്കൻഡ് വേൾഡ് വാർ സമയത്തും വ്യാപാരത്തിൽ നടപ്പിലാക്കിയ നടപടികളാണ് വാണിജ്യ നികുതി ചുമത്തലും അതുപോലെ ഒരുപാട് നിയന്ത്രണങ്ങളും. ക്ലിയർ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യമാണ് വ്യാപാര വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യം. ഓക്കെ, വ്യാപാര വ്യാപ്തം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അല്ലേ, വ്യാപാരം ട്രേഡ് ആണല്ലോ. ട്രേഡ് വോളിയം ആണ് വ്യാപാര വ്യാപ്തം എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ A വ്യാപാരം ചെയ്യുന്ന രാജ്യങ്ങളുടെ എണ്ണം, വ്യാപാരം ചെയ്യുന്ന സാധനങ്ങളുടെ യഥാർത്ഥ അളവ്, വ്യാപാരത്തിന് വേണ്ട സമയം, വിപണിയിലെ വില. എന്തായിരിക്കും വ്യാപ്തം എന്ന് പറയുന്നത്? വ്യാപാരം ചെയ്യുന്ന സാധനങ്ങളുടെ യഥാർത്ഥ അളവിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് വ്യാപാര വ്യാപ്തം എന്ന് പറയുന്നത്.
ഓക്കെ, നമുക്ക് വിവരണം നോക്കാം. വ്യാപാര വ്യാപ്തം അല്ലെന്നുണ്ടെങ്കിൽ ട്രേഡ് വോളിയം എന്ന് പറയുന്നത് സാധനങ്ങളുടെ റിയൽ ക്വാണ്ടിറ്റി, യഥാർത്ഥ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വ്യാപാര വ്യാപ്തം എന്ന് പറയുന്നത്. തെറ്റിപ്പോകരുത്, കാരണം നമുക്ക് എക്സാമിന് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, ഇതുപോലൊരു ചോദ്യം. ക്ലിയർ? ഇത് കൂടുതലും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യത്തിനകത്തായിരിക്കും ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു ടേം എന്ന് പറയുന്നത്, വ്യാപാര വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഇതുപോലുള്ള കൂടുതൽ MCQs പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും എങ്ങനെ ഇതൊക്കെ ചോദ്യം വരാം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. വ്യാപാര വ്യാപ്തം വർദ്ധിക്കാൻ പ്രധാന കാരണങ്ങളിൽ ഒന്നല്ലാത്തത് ഏതാണ്? ഒന്നല്ലാത്തത്. വ്യാപാര വ്യാപ്തം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ട്രേഡ് വോളിയം കൂടുക, അതായത് ട്രേഡ് ചെയ്യപ്പെടുന്ന, കൈമാറ്റം ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ അളവുകൾ കൂടുക, അതായത് നമ്മളുടെ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാകുക അല്ലേ. അപ്പോൾ ആ വലുതാകാൻ കാരണമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ നോക്കാം. ഗതാഗത സൗകര്യങ്ങളുടെ പുരോഗതി. ആലോചിച്ച് നോക്കിയേ, ഗതാഗത സൗകര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ സാധനങ്ങൾ ട്രേഡ് ചെയ്യപ്പെടുകയാണല്ലോ. ഇപ്പം പണ്ട് കാലത്ത് നമ്മൾ ഷിപ്പിലായിരുന്നു ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഷിപ്പിൽ ട്രേഡ് നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്ന, കുറച്ച് ഈ ഷിപ്പിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കുറേ സാധനങ്ങൾ കൊണ്ടുപോകും. ഓക്കെ, ഒരുപാട് സമയം എടുക്കും. ചിലപ്പം ഇന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ സാധനം കയറ്റിവിട്ടാൽ ഷിപ്പിൽ അത് യൂറോപ്പിലെത്താൻ ചിലപ്പോൾ 1-2 ദിവസം എടുക്കുമെന്ന് വിചാരിക്കുക, തൽക്കാലം അങ്ങനെ കരുതുക. അതേസമയം ഫ്ലൈറ്റ് സർവീസുകൾ വന്നപ്പോഴത്തേക്ക്, അതായത് ഗതാഗത സൗകര്യം വർദ്ധിച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്ലൈറ്റിൽ നമുക്ക് സാധനം കൊണ്ടുപോകാൻ പറ്റുന്നൊരവസ്ഥ എത്തി അല്ലേ. അപ്പം എന്ത് ചെയ്യുന്നു, ഗതാഗത സൗകര്യങ്ങളുടെ പുരോഗതി എന്ന് പറയുന്നത് വ്യാപാര വ്യാപ്തം വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പം ഇതല്ല ആൻസർ. ഓക്കെ, അടുത്തത് അന്താരാഷ്ട്ര വ്യാപാര ഉടമ്പടികൾ. 2 രാജ്യങ്ങളോ അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഉടമ്പടികൾ തയ്യാറാക്കുക. ഉടമ്പടികൾ തയ്യാറാക്കുന്നതിലൂടെ എന്തുവാ ചെയ്യുന്നത്, വ്യാപാര വ്യാപ്തം വർദ്ധിക്കുക ചെയ്യുക. ഇന്ത്യ വേറൊരു രാജ്യമായിട്ട്, ഇപ്പോൾ ശ്രീലങ്കയായിട്ട് ഒരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഒരു ട്രേഡ് എഗ്രിമെൻറ്റിൽ നമ്മൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എഗ്രിമെൻറ്റിലൂടെ എന്തുവാ ചെയ്യുന്നത്, കൂടുതൽ ട്രേഡ് നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ ട്രേഡ് നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വ്യാപാര വ്യാപ്തം വർദ്ധിക്കുന്നു. അപ്പം ഇതുമല്ല ആൻസർ. ഓക്കെ, അടുത്തത് ഉൽപാദനത്തിൽ സ്പെഷ്യലൈസേഷൻ നമ്മൾ കൊണ്ടുവരുന്നു. നമ്മളുടെ രാജ്യത്തെ ഉൽപാദനത്തിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുമ്പോഴും എന്ത് സംഭവിക്കുന്നു, നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും, ട്രേഡ് ചെയ്യും. അപ്പോഴും വ്യാപാര വ്യാപ്തം വർദ്ധിക്കുന്നു. അപ്പോൾ മൂന്നാമത്തതും അല്ല. നാലാമത്തത് എന്താണ്, ആഭ്യന്തര വിപണിയുടെ അടച്ചുപൂട്ടൽ. ഓക്കെ, ഇപ്പം എന്താ സംഭവിക്കുക, നമ്മളുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് തന്നെ അടച്ചുപൂട്ടും. മീൻസ് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു സെയിൽസ് നടക്കാതെ വരിക. ഓക്കെ, അപ്പോൾ ഇത് എന്തിനെ ബാധിക്കും, വ്യാപാരത്തെ ബാധിക്കും എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ മാർക്കറ്റ് അടച്ചുപൂട്ടിയാൽ പിന്നെ എന്തെങ്കിലും സെല്ലിങ്ങോ എന്തെങ്കിലും നടക്കുമോ? ഇല്ല. സോ ആഭ്യന്തര വിപണി അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, വ്യാപാര വ്യാപ്തം കുറയും. മറിച്ച് ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെൻറ്റ്, ട്രേഡ് എഗ്രിമെൻറ്റ്സ്, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് എന്നിവ വ്യാപാര വ്യാപ്തം വർദ്ധിപ്പിക്കും. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്, ആഭ്യന്തര വിപണിയുടെ അടച്ചുപൂട്ടൽ. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, ഒരു രാജ്യം ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്ന സാധനങ്ങളും സേവനങ്ങളും രേഖപ്പെടുത്തുന്നതിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുക? ഓക്കെ, അതായത് ഒരു രാജ്യം, ഇപ്പം നമ്മൾ ഇന്ത്യ, ഓക്കെ, ഇന്ത്യ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. അതിന് നമ്മൾ കയറ്റുമതി എന്ന് പറയും. അതുപോലെ കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പകരം നമുക്ക് ഡോളർ കിട്ടും. ഓക്കെ, നമുക്ക് ഡോളർ കിട്ടും. അതുപോലെ നമ്മൾ ഇറക്കുമതി ചെയ്യാറുണ്ട്, നമ്മളതിനെ ഇമ്പോർട്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ പകരം എന്ത് കൊടുക്കും, ഡോളർ കൊടുക്കും. ഓക്കെ, അപ്പം ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും നമ്മൾ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. അതിന് പറയുന്ന പേരെന്താണ് ചോദ്യം. ഓക്കെ, എന്താണ്, ദേശീയ വരുമാനമാണോ? അല്ല. ദേശീയ വരുമാനം എന്താണ്, നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വരുമാനം. ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഡോളർ കിട്ടുന്നതും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡോളർ കൊടുക്കുന്നതും രണ്ടും നമ്മൾ രേഖപ്പെടുത്തും. പിന്നെന്താണ്, വിദേശ നയമാണോ? അല്ല, അത് ഫോറിൻ പോളിസിയാണ്. അടവ് ശിഷ്ടമാണോ? അല്ല, പകരം എന്താണ്, വ്യാപാര മിച്ചം അല്ലെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് എന്നാണ് പറയുന്നത്. നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് കേട്ടിട്ടില്ലേ? ഒരു രാജ്യം
മറ്റ് രാജ്യങ്ങളുമായിട്ട് മൊത്തത്തിൽ നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും റെക്കോർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇല്ലേ? ഇവിടെ ബാലൻസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ വ്യാപാര മിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് എല്ലാം നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നതിനാണ് നമ്മൾ വ്യാപാര മിച്ചം എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാര മിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു കുറേ സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യയിൽ നിന്ന് കുറേ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു $1000 നമുക്ക് ഇങ്ങോട്ട് കിട്ടി, എക്സ്പോർട്ട് ചെയ്തപ്പോൾ കിട്ടി. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക, കുറേ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു $500 അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ 1000 നമുക്ക് എക്സ്പോർട്ട് ചെയ്തപ്പോൾ കിട്ടിയ $, മൈനസ് $500 ഇമ്പോർട്ട് ചെയ്തപ്പോൾ കൊടുത്ത $, ഈക്വൽ ടു $500. ഇതാണ് നമ്മുടെ ബാലൻസ് ഓഫ് ട്രേഡ് അല്ലെങ്കിൽ വ്യാപാര മിച്ചം എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇതാണ് വ്യാപാര മിച്ചം. അപ്പോൾ വ്യാപാര മിച്ചം നമ്മുടെ കയ്യിൽ $500 കയ്യിലിരിപ്പുണ്ട്. ഓക്കെ, അതാണ് വ്യാപാര മിച്ചം. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. ഇറക്കുമതിയുടെ മൂല്യം കയറ്റുമതിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇറക്കുമതിയുടെ മൂല്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇറക്കുമതി എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട്, അതിൻ്റെ മൂല്യം കൂടിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടിൻ്റെ മൂല്യം $500 ആണെന്ന് കരുതുക. ഓക്കെ, കയറ്റുമതി എക്സ്പോർട്ട് അല്ലേ, എക്സ്പോർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് $300 ആണെന്ന് കരുതുക. ഓക്കെ, അപ്പം ഇറക്കുമതിയുടെ മൂല്യമാണ് കൂടുതൽ, എക്സ്പോർട്ട് ചെയ്തതിൻ്റെ മൂല്യം കുറവാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ, മൈനസ് $200 അല്ലേ. ഓക്കെ, അതായത് നമ്മളുടെ കയ്യിലുള്ള നമുക്ക് 0 അല്ല, നമ്മൾ ഡോളറിൻ്റെ റിസർവ് പോയിട്ട് 0-ലും കുറഞ്ഞ് മൈനസ് 200-ലെത്തി ഇല്ലേ. നമ്മുടെ ഒരു സേവിങ്സ് എന്ന് പറയുന്നത് കുറഞ്ഞു. അപ്പോൾ അതിനെ നമുക്ക് എന്തായിരുന്നു പറയുന്നത്? ആ വ്യാപാര മിച്ചം മൈനസിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? അനുകൂലം എന്ന് വിളിക്കാൻ പറ്റുമോ? അനുകൂലമാണോ? നമുക്ക് മൈനസിലല്ലേ നിൽക്കുന്നത്. അപ്പം അനുകൂലമല്ല, അടവിശിഷ്ടമല്ല, വ്യാപാര വ്യാപ്തം അല്ല. നമ്മൾ പഠിച്ചല്ല വ്യാപാര വ്യാപ്തം എന്താണെന്ന്. പിന്നെന്താ? പ്രതികൂല വ്യാപാര മിച്ചം. കാരണം എന്താ? പ്രതികൂലമാണ് സാഹചര്യം. കാരണം നമ്മളുടെ ഡോളർ റിസർവ് എന്ന് പറയുന്നത് മൈനസ് 200-ലെത്തി. അപ്പോൾ പ്രതികൂല വ്യാപാര മിച്ചം, ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം ഇറക്കുമതിക്ക് കയറ്റുമതിയേക്കാൾ കൂടുതൽ പണം ചിലവഴിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രതികൂല വ്യാപാര മിച്ചം. കാരണം ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്തപ്പോൾ ആകെ $300 കിട്ടിയുള്ളൂ, നമ്മൾ ഇമ്പോർട്ട് ചെയ്തപ്പോൾ $500 കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ 300-ഉം നമ്മുടെ കയ്യിൽ 200 കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് പ്രതികൂല വ്യാപാര മിച്ചം. ക്ലിയർ ആണേ? നമുക്കടുത്ത് നോക്കാം. കയറ്റുമതി മൂല്യം ഇറക്കുമതിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? അപ്പോൾ നമുക്ക് കയറ്റുമതി മൂല്യം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ $500 തന്നെ കിട്ടി. എക്സ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ ആകെ $200 നമ്മൾ ചിലവാക്കിയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ വ്യാപാര മിച്ചം എത്രയാണ്? 500 മൈനസ് 200 ഈക്വൽ ടു $300. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ എത്ര ഉണ്ട്? $300 വന്നു കഴിഞ്ഞു. അപ്പോൾ എന്താണ്? വ്യാപാര പ്രാപ്തമല്ല, പ്രതികൂലമല്ല, പക്ഷെ അനുകൂലമാണ്. അപ്പം അനുകൂല വ്യാപാര മിച്ചം. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് നമ്മൾ ട്രേഡ് സർപ്ലസ് എന്നൊക്കെ പറയാറുണ്ട്. കയറ്റുമതിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഇറക്കുമതിക്ക് ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മളതിനെ അനുകൂല വ്യാപാര മിച്ചം അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസ് എന്ന് പറയാറുണ്ട്. ക്ലിയർ ആണേ? സെറ്റല്ലേ? സിമ്പിൾ പോയിന്റ് അല്ലേ? ഓക്കെ, ഇനി എടുത്ത് നോക്കാം. വ്യാപാര മിച്ചം പ്രതികൂലമായാൽ ദീർഘകാലത്ത് രാജ്യത്തിന് സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് വ്യാപാര മിച്ചം പ്രതികൂലമാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഡോളർ റിസർവ്, ഫോറിൻ കറൻസി റിസർവ് കുറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രതികൂല വ്യാപാര മിച്ചം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഡോളർ റിസർവ് കുറഞ്ഞ് പോവുക. അപ്പോൾ എന്താ സംഭവിക്കുക? സമ്പദ് ശേഖരം വർദ്ധിക്കുന്നു? അല്ല, സമ്പദ് ശേഖരം ശോഷിക്കുന്നു. ഓക്കെ, നമ്മളുടെ
ഡോളർ റിസർവ് കുറയുമ്പോൾ നമുക്ക് പിന്നെന്താണ്, ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യമായിട്ട് സാധനങ്ങൾ വേണ്ട ഘട്ടം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ റീസെൻ്റായിട്ട് 2021 സമയത്തൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, ശ്രീലങ്കയിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു. അതെന്തായിരുന്നു സംഭവിച്ചത്? കോവിഡ് വന്നപ്പോഴത്തേക്ക് അവിടെ ടൂറിസം എല്ലാം തകർന്നപ്പോഴത്തേക്ക് അവിടേക്ക് ഡോളർ കിട്ടാതായപ്പോഴത്തേക്ക് ഡോളർ കൊടുത്തിട്ട് വേണമല്ലോ മറ്റ് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്തു? സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല, പട്ടിണിയായി, ബുദ്ധിമുട്ടായി, പെട്രോളില്ല, ജനങ്ങളെല്ലാം കൂടെ ആകെ പ്രക്ഷോഭം തുടങ്ങി. സോ നമുക്ക് എപ്പോഴും ഡോളർ റിസർവ് നമുക്ക് അത്യാവശ്യമാണ്. വ്യാപാര മിച്ചം എപ്പോഴും എന്തായിരിക്കണം? അനുകൂലമായിരിക്കണം. ഓക്കെ, ട്രേഡ് ഡെഫിസിറ്റ് തുടർച്ചയായാൽ വിദേശ നാണ്യ ശേഖരം, അതാണ് ഈ പറഞ്ഞ ഡോളർ റിസർവ് എന്ന് പറയുന്നത്, കുറയും. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരത അപകടത്തിലാകും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ പോരായ്മകളിൽ പെടാത്തത് ഏതാണ്? പോരായ്മ. ഓക്കെ, എന്തൊക്കെയാണ് പോരായ്മ ഉണ്ട്, ഒരെണ്ണം പോരായ്മ അല്ല. ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് മറ്റ് രാജ്യങ്ങൾ മേലുള്ള ആശ്രയത്വം, അസന്തുലിതമായ വികസനം, സുസ്ഥിര വിഭവ ഉപയോഗം, വാണിജ്യ മത്സരം. നോക്കുക, ഇതിനകത്ത് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? മറ്റു രാജ്യങ്ങളുടെ മേലുള്ള ആശ്രയത്വം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡിൽ കൂടുതൽ ഇടപെടുമ്പോഴുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്തെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടതായിട്ട് വരും. അത് നമ്മളുടെ ഇക്കണോമി ബാധിക്കാറുണ്ട്. കാരണം ഉദാഹരണത്തിന് പണ്ട് നമ്മൾ റൈസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് USA നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഭയങ്കര പോവർട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നൊരു സംഗതി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ ഈ USA നിന്നുള്ള അരി നമ്മൾ ഇമ്പോർട്ട് നിർത്തിയിട്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ്, നമുക്ക് വേണ്ട റൈസ് നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. അങ്ങനെ സർപ്ലസ് പ്രൊഡക്ഷൻ നടന്നു. പ്രൊഡക്ഷൻ ഒരുപാട് സ്റ്റോർ ചെയ്തു. FCI പോലുള്ള സ്ഥാപനങ്ങൾ വരുന്നു. നമ്മൾ റേഷൻ കടകളിലൂടെ കൂടുതൽ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മുടെ രാജ്യത്തൊരു വികസനം ഉണ്ടായി. അതായത് മറ്റ് രാജ്യങ്ങളിൽ മേലുള്ള ആശ്രയത്വം കുറഞ്ഞു. നമുക്കിപ്പോൾ ഇനി US ഡിപ്പെൻഡ് ചെയ്യേണ്ട. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ മറ്റു രാജ്യങ്ങളുടെ മേലുള്ള ആശ്രയത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു പോരായ്മയാണ്. ഓക്കെ, മറ്റൊന്ന് അസന്തുലിതമായ വികസനം എപ്പോഴും എന്തായിട്ട് മാറും? അൺഈവനായിട്ട് മാറും. കാരണം അൺഈവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസോഴ്സസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വളരെ അൺഈക്വലായിട്ട് പോകും. ഓക്കെ, അതാണ് അസന്തുലിതമായ വികസനം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് സുസ്ഥിര വിഭവ ഉപയോഗം. ഓക്കെ, അതൊരു പോരായ്മയാണോ? അല്ല. പിന്നെ വാണിജ്യ മത്സരം. ഓക്കെ, വാണിജ്യ മത്സരം എന്താണ്? ട്രേഡ് റൈവൽറി. അപ്പം ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന സംഗതി ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. സോ വാണിജ്യ മത്സരം എന്ന് പറയുന്നതും അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ പോരായ്മ അല്ലാത്തത് ഏതാണ്? സുസ്ഥിര വിഭവ ഉപയോഗമാണ് പോരായ്മ അല്ലാത്തത്. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം വ്യാപാരം ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ബഹുകക്ഷി വ്യാപാരം, സ്വതന്ത്ര വ്യാപാരം, ഉഭയകക്ഷി വ്യാപാരം, അടച്ച വ്യാപാരം. എന്താണ് ഉഭയകക്ഷി വ്യാപാരം? അല്ലെ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, ഇപ്പം നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ, ഓക്കെ, ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ മാത്രം ട്രേഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നു? ഉഭയകക്ഷി വ്യാപാരം എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മളിതിനെ ബൈലാറ്ററൽ ട്രേഡ് എന്നാണ് പറയുക. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ചരക്കുകളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതാണ് ഉഭയകക്ഷി വ്യാപാരം അല്ലെങ്കിൽ ബൈലാറ്ററൽ ട്രേഡ്. സാധാരണയായി പ്രത്യേക കരാറുകൾ ഉണ്ടാകാം. ചിലപ്പോൾ എന്താ പറയുന്നത്, ഒരു എഗ്രിമെൻറ്റിലൂടെ ഒക്കെ ആയിരിക്കാം ഈ ട്രേഡ് നടത്തുന്നത്. ഇപ്പോൾ ഇന്ത്യ ശ്രീലങ്ക ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ തായ്ലൻഡുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു എഗ്രിമെൻറ്റിലൂടെ ഒക്കെ ആയിരിക്കും ഇത്തരത്തിൽ ഉഭയകക്ഷി വ്യാപാരം നടക്കാറുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ബഹുകക്ഷി വ്യാപാരം എന്നത് എന്താണ്? ഉഭയകക്ഷി എന്ന് പറയുമ്പോൾ രണ്ടാവുമ്പം നമുക്ക് ഊഹിക്കാമല്ലോ. എന്താണ്? പല രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം. ഇപ്പോൾ ഇന്ത്യക്ക് മറ്റ് കുറേ രാജ്യങ്ങളുമായിട്ട് നമ്മൾ, ഇപ്പോൾ തായ്ലൻഡ്, പാകിസ്ഥാൻ, ചൈന, USA, ഇങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ വ്യാപാരം നടത്തുന്നതിനാണ് നമ്മൾ
ബഹുകക്ഷി വ്യാപാരം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിതിനെ മൾട്ടിലാറ്ററൽ ട്രേഡ് എന്ന് വിളിക്കാറുണ്ട്. അതായത് ഒരു രാജ്യം ഒന്നിലധികം രാജ്യങ്ങളുമായി വ്യാപാരം ചെയ്യുന്നതാണ് ബഹുകക്ഷി വ്യാപാരം. ചിലപ്പോൾ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന പദവി നൽകാറുണ്ട്. ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേഡ് നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തുന്ന ഏത് രാജ്യമായിട്ടാണോ അവർക്ക് നമ്മൾ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്നൊക്കെ പറഞ്ഞ് പദവികൾ കൊടുക്കാറുണ്ട് എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വ്യാപാര നിയന്ത്രണങ്ങൾ കുറച്ച് സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുക്കുന്ന നടപടിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ വ്യാപാര നിരോധനം. വ്യാപാരം നിരോധിക്കുകയല്ലേ, അപ്പോൾ അതിന് നമ്മളെന്ന് പറയുന്നു വ്യാപാര നിയന്ത്രണങ്ങൾ കുറയ്ക്കുന്നത് അല്ല, വ്യാപാര ഏകോപനം അല്ല, സ്വതന്ത്ര വ്യാപാരം എന്നാ വിളിക്കാം. ഓക്കെ, സ്വതന്ത്ര വ്യാപാരം അല്ലെങ്കിൽ ട്രേഡ് ലിബറലൈസേഷൻ അല്ലെങ്കിൽ വ്യാപാര ഉദാരവൽക്കരണം എന്നൊക്കെ പറയാറുണ്ട്. എന്താന്ന് നോക്കാം. ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ ട്രേഡ് ലിബറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി, ക്വാട്ട തുടങ്ങിയ തടസ്സങ്ങൾ കുറച്ച് എല്ലാ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആഭ്യന്തര വിപണിയിൽ മത്സരിക്കാൻ അവസരം നൽകുന്നു. ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റ് രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ്, അതായത് ഫ്രീ ട്രേഡിലേക്ക് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ താരിഫുകളും നികുതിയൊന്നും ഇല്ലാതെ സാധനങ്ങളും സേവനങ്ങളും എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. ഇതിനെയാണ് സ്വതന്ത്ര വ്യാപാരം എന്ന് പറയുന്നത്. അതായത് നാം മുമ്പ് പറഞ്ഞ താരിഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം ഇന്ത്യയിലേക്ക് മറ്റൊരു രാജ്യം, ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുറേ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചുമത്തുന്ന ഒരു നികുതിക്ക് പറയുന്ന പേരാണ് താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ താരിഫ് ഉയർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ട്രേഡ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അപ്പം എന്ത് ചെയ്യുന്നു, സ്വതന്ത്ര വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് ഈ താരിഫ് അങ്ങ് എടുത്ത് കളയും. അപ്പോൾ അവർക്ക് ഫ്രീലി അവരുടെ പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റും, ഒന്നാമത്തത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ക്വാട്ട എന്ന് പറയുന്ന തടസ്സമുണ്ട്. ചില രാജ്യങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ക്വാട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റെസ്ട്രിക്ഷൻസ് വെക്കും. ഇപ്പോൾ ശ്രീലങ്കയോട് പറയും നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഗവൺമെൻറ് പറയുന്നതാണ്. ഇപ്പോൾ അമേരിക്ക ശ്രീലങ്കയോട് പറയും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം നമ്മുടെ രാജ്യത്തേക്ക്, പക്ഷേ നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നങ്ങനെ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഒരു സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഇത്ര ക്വാണ്ടിറ്റി എന്നൊരു ലിമിറ്റ് വെക്കുന്നതിനാണ് നമ്മൾ കോട്ട എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കോട്ടയുണ്ടെന്നൊക്കെ പറയത്തില്ലേ, എന്ന് പറയുന്ന പോലെ ആ ലിമിറ്റ് ചെയ്യുന്നതിനാണ് കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ട്രേഡ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഈ താരിഫ്, നികുതികൾ, പിന്നെ അതുപോലെ തന്നെ കോട്ട, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ആ ഒരു ട്രേഡ് റെസ്ട്രിക്ഷൻസ് മൊത്തവും എടുത്തു കളയുന്നു. അതാണ് ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാരം എന്ന് പറയുന്നത്. ഇന്ത്യ ആസിയാൻ ഫ്രീ ട്രേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയും ആസിയാനുമായിട്ടുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് FTA നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഇന്ത്യ തായ്ലൻഡ് FTA ഉണ്ട്, ഇന്ത്യ ശ്രീലങ്ക FTA ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു എഗ്രിമെൻ്റാണ്. ഓക്കെ, അടുത്ത് നോക്കാം. സ്വതന്ത്ര വ്യാപാരം സാധ്യമാകുന്നത് എങ്ങനെയാണ്? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, വ്യാപാര നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിച്ചു. ആണോ? വ്യാപാര നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കുമോ? ഇല്ല. നികുതി പോലുള്ള നിയന്ത്രണങ്ങൾ കുറച്ച് ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ അനുവദിച്ച് വിദേശ വ്യാപാരം നിരോധിച്ച്. ഇത് രണ്ടുമല്ല, മറിച്ച് നികുതി പോലുള്ള നിയന്ത്രണങ്ങൾ കുറച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വതന്ത്ര വ്യാപാരം സാധ്യമാക്കുന്നത്. ഓക്കെ, ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡ്യൂട്ടീസ്, താരിഫ്, കോട്ട എന്നിവ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വതന്ത്ര വ്യാപാരം സാധ്യമാക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഒരു ഉൽപാദകനും അസംഖ്യം ഉപഭോക്താക്കളുമുള്ള വിപണിക്ക് പറയുന്ന പേരെന്താണ്? ഒരു ഉൽപാദകനും അസംഖ്യം ഉപഭോക്താക്കളും. ഏതാണ്? ഒരാൾ മാത്രമേ ഉള്ളൂ പ്രൊഡ്യൂസർ, ഇഷ്ടം പോലെ കൺസ്യൂമറാണ്. അവരെ നമ്മൾ മൊണോപ്പൊളി എന്നാണ് വിളിക്കുക. മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സെല്ലർ. അവർ തന്നെയാണ് പ്രൈസ് നിയന്ത്രിക്കുന്നത്. ഉദാഹരണം റെയിൽവേ. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് എന്താണ്? ഒരു മൊണോപ്പൊളിയാണ്. അവിടെ ഇന്ത്യൻ റെയിൽവേ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം കൺസ്യൂമേഴ്സാണ്. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. ഉയർന്ന ചുങ്കം, തീരുവകൾ മുതലായ നിയന്ത്രണങ്ങൾ കുറയ്ക്കാൻ 1948 രൂപീകൃതമായ കരാർ അല്ലെങ്കിൽ സംഘടന ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അതാണ് നമ്മൾ പറയുന്ന ഗാട്ട് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റ്. ദറ്റ് ഈസ് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് എന്ന് പറയും.
ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മൊത്തത്തിൽ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്നുണ്ട്. നിങ്ങൾ സങ്കല്പിച്ചേ, ഓരോ രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ട്രേഡ് നടത്തുന്ന സമയത്ത് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടാകാം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ എക്സ്പോർട്ട് ചെയ്യുന്നതിനും ഇമ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ നിയന്ത്രണങ്ങളുണ്ടാകും, താരിഫ് ഉണ്ടാകാം. നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം ഒഴിവാക്കണം. എന്ത് ചെയ്യണം? ഈ താരിഫ്, ഒന്നുകിൽ താരിഫ് എന്ന് പറയുന്ന സംഗതി എടുത്തു കളയണം, ഇല്ലെങ്കിൽ താരിഫ് കുറയ്ക്കണം, അല്ലെങ്കിൽ കോട്ട എന്ന് പറയുന്ന സംവിധാനം കുറയ്ക്കണം, അല്ലെങ്കിൽ ഇല്ലാതാക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നിയന്ത്രണങ്ങൾ എടുത്ത് കളയണം എന്നുള്ള ഒരു തീരുമാനത്തിൽ 23 രാജ്യങ്ങൾ തീരുമാനിക്കുകയാണ്. ഓക്കെ, ലോകത്തെ പ്രധാനപ്പെട്ട 23 രാജ്യങ്ങൾ തീരുമാനിക്കുകയാണ്, നമുക്ക് ഇനി മുതൽ ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുമ്പോൾ ഈ പറയുന്ന പോലെ താരിഫും ട്രേഡ് താരിഫും റെസ്ട്രിക്ഷൻസും ഒന്നും വേണ്ട. ഓക്കെ, അങ്ങനെ 23 രാജ്യങ്ങൾ ചേർന്നിട്ട് ഒപ്പുവെച്ച് തയ്യാറാക്കിയ ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരാണ് ഗാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ എഗ്രിമെൻ്റാണ് ഗാട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഉയർന്ന ചുങ്കം, തീരുവകൾ മുതലായ നിയന്ത്രണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് രൂപീകൃതമായ കരാർ അല്ലെങ്കിൽ സംഘടനയാണ് ഗാട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഗാട്ടാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? WTO ആയിട്ട് മാറുന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനായിട്ട് മാറുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. WTOയുടെ പ്രധാന ചുമതലകളിൽ ഒന്നല്ലാത്തത് ഏത് എന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാര നിയമങ്ങൾ രൂപപ്പെടുത്തൽ, വ്യാപാര തർക്ക പരിഹാരം, ടെലികമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ബൗദ്ധികാവകാശങ്ങൾ കൈകാര്യം ചെയ്യൽ. ഓപ്ഷൻ ഡി രാജ്യങ്ങളുടെ ആഭ്യന്തര നികുതി ചുമത്തൽ നേരിട്ട് നിർണ്ണയിക്കൽ. കുറേ ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് WTO ഇടപെടാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാര നിയമങ്ങൾ രൂപപ്പെടുത്തൽ. ആലോചിച്ച് നോക്ക്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കേസാണ്. നമ്മളറിയാം WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. സോ അവർക്ക് അതിനകത്ത് ഒരു വ്യാപാര നിയമം കൊണ്ടുവരാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ഗാട്ട് അങ്ങനെയാണല്ലോ വന്നത്, വ്യാപാര നിയമങ്ങൾ കൊണ്ടുവരാൻ. സോ ഇതല്ല ആൻസർ. വ്യാപാര തർക്ക പരിഹാരം. ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുന്നു, ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരാണ് പരിഹരിക്കുന്നത്? അതും WTO ആണ് പരിഹരിക്കുന്നത്. അപ്പോൾ അതല്ല ആൻസർ. അടുത്ത ടെലികമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ഭൗതികാവകാശങ്ങൾ കൈകാര്യം ചെയ്യൽ. ഇതും ആരുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്? WTOയുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. അതുപോലെ രാജ്യങ്ങളുടെ ആഭ്യന്തര നികുതി ചുമത്തൽ നേരിട്ട് നിർണ്ണയിക്കൽ. നമ്മളുടെ ഇന്ത്യയുടെ ടാക്സ് തീരുമാനിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് എത്ര ടാക്സ് നമ്മൾ ചുമത്തണമെന്ന് തീരുമാനിക്കുന്ന ആരാ? ഇന്ത്യ ഗവൺമെൻറ് ആണല്ലോ. അത് WTOയുടെ ഉത്തരവാദിത്വമല്ല. അപ്പം ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. WTOയുടെ പ്രധാന ചുമതലകൾ ഒന്നല്ലാത്തതാണ് രാജ്യങ്ങളുടെ ആഭ്യന്തര നികുതി ചുമത്തൽ. നമുക്ക് വിവരണം നോക്കാം. WTO ഡൊമസ്റ്റിക് ടാക്സസ് നേരിട്ട് നിശ്ചയിക്കുന്നില്ല. റൂൾസ്, ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് സർവീസസ് എന്നിവ കൈകാര്യം ചെയ്യുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും വേറെ ഡിസ്പ്യൂട്ടോ എന്തെങ്കിലും സെറ്റിൽമെൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് WTO ഹാൻഡിൽ ചെയ്യും. പക്ഷേ നമ്മളുടെ ടാക്സേഷൻ പോളിസീസ് തീരുമാനിക്കുന്ന ആരാണ്? ഇന്ത്യ ഗവൺമെൻറ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്ന HSA പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. കാരണം എക്കണോമിക്സ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ റൈറ്റേഴ്സ് IASന്റെ ഒരു ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് അവതരിപ്പിച്ചതാണ്. അപ്പം ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. അപ്പം ടെസ്റ്റ് സീരീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം. മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, ഏകദേശം ഒരു 10-48 എക്സാംസ് അടുത്ത് നിങ്ങൾക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ്. അപ്പം നിങ്ങൾ വിളിച്ച് ചോദിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് നമ്മളോട് പറയാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.